നമസ്കാരം, അനിൽകുമാർ ഇക്കോൺ ലാബിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 മാർച്ചിൽ നടന്ന +2 എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. റിസൾട്ടിൽ പലരും തോറ്റുപോയിട്ടുണ്ട്, പലർക്കും മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. തോറ്റുപോയവരും മാർക്ക് കുറഞ്ഞവരൊക്കെ തന്നെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പുതിയ വഴിത്താര വെട്ടിത്തുറന്ന് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമുക്ക് മുമ്പേ പോയവരൊക്കെ അങ്ങനെ വന്നവർ തന്നെയാണ്. എല്ലാവരും ജയിച്ചു കൊണ്ട് വന്നവരല്ല, കഷ്ടപ്പെട്ട് വീണ്ടും അധ്വാനത്തിലൂടെ വിജയം കണ്ടെത്തിയവരാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിജയിക്കും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ 2024 മാർച്ചിലെ എക്സാം എഴുതിയ ആളുകളാണല്ലോ നിങ്ങൾ. ഇതിൽ മാർക്ക് കുറഞ്ഞവരോ അല്ലെങ്കിൽ തോറ്റവരോ ആയിട്ടുള്ളവർക്ക് മാർക്ക് ഉയർത്താൻ വേണ്ടി നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാം. ആ 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ നമുക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ രീതിയിൽ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെയുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. പുതിയ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ഈ തോറ്റവരും അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞു പോയവരും ഒക്കെ ചെയ്യേണ്ടത്? 3 കാര്യങ്ങൾ എന്താണ്? ഒന്ന്, റീവാലുവേഷന് കൊടുക്കലാണ്. രണ്ടാമത്തേത് സ്ക്രൂട്ടിനി അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന നടത്താൻ നമ്മൾ ആവശ്യപ്പെടലാണ്. മൂന്നാമത്തേത് നമ്മൾ എഴുതിയ ആൻസർ ഷീറ്റ് ഫോട്ടോ കോപ്പി ആവശ്യപ്പെടലാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾക്കും നമുക്ക് അപേക്ഷ കൊടുക്കാം. അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ 2 നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയും. അപ്പോൾ തോറ്റ എല്ലാവരും അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ എല്ലാവരും ഇത്തരം പ്രവൃത്തി ചെയ്യണോ എന്നത് വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തോറ്റതാണ്, അതുകൊണ്ട് എന്നാൽ ഞാനും ഈ റിവാലുവേഷന് കൊടുക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ മാർക്ക് കുറഞ്ഞതാണ് എന്നാൽ ഞാനും കൊടുക്കാം റിവാലുവേഷന് എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ചാടിക്കയറി വരരുത്. ഈ തോറ്റവരും മാർക്ക് കുറഞ്ഞവരും എന്ന് പറയുമ്പോൾ അതിനൊരു മാനദണ്ഡം ഞാനിവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് തോറ്റ എല്ലാവരും അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ എല്ലാവരും ഇത്തരം പ്രവൃത്തി ചെയ്യണോ എന്ന് വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണെന്ന് പറയാൻ കാരണം. കൂടുതൽ പേരും റിവാലുവേഷനാണ് ഇവിടെ സെലക്ട് ചെയ്യാറുള്ളത്. നമ്മൾ സാധാരണ കാണുന്നത് ഇപ്പോൾ നാളെ മുതൽ തന്നെ സ്കൂളിൽ നല്ല തിരക്കാവും. കാരണം എന്താ, എല്ലാവരും റിവാലുവേഷൻ കൊടുക്കാൻ വരുന്നവരാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ മാർക്ക് കുറഞ്ഞു പോയ വിഷയം ഏതാണോ അതിൽ എത്ര മാർക്ക് വരെ കിട്ടാനാണ് സാധ്യത ഉണ്ടായിരുന്നത് എന്നെല്ലാം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ഏത് വിഷയത്തിലാണ് മാർക്ക് കുറഞ്ഞു പോയത് അല്ലെങ്കിൽ ഏതിലാണ് തോറ്റത്, അതിൽ ഇതല്ല എൻ്റെ മാർക്ക്, എനിക്ക് ഇത്ര കിട്ടിയാൽ പോരാ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത്രയും കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, വെറുതെ കോൺഫിഡൻസ് ഉണ്ടാക്കിയാൽ പോരാ, കൃത്യമായ കണക്ക് വെച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് കാൽക്കുലേറ്റ് നടത്തി പരീക്ഷ കഴിഞ്ഞ് വന്നിരുന്ന് കാൽക്കുലേറ്റൊക്കെ ചെയ്തിട്ട് മാർക്ക് കുറച്ച് കൂട്ടിയിട്ട് പോലും അതിൻ്റെ അടുത്തേക്ക് എനിക്ക് ഈ മാർക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പണിക്ക് ഇറങ്ങാം. ഒരു സംശയമില്ല, നിങ്ങളുടെ മാർക്ക് കൂടും. ഓക്കെ, ഇനി അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ പണിക്ക് വരണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. വെറുതെ വീട്ടുകാരെ പൈസ കൊണ്ടുപോയിട്ട് കളയണ്ടല്ലോ. അപ്പോൾ അതിൽ എത്ര മാർക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അതിനനുസരിച്ച് വേണം റിവാലുവേഷൻ ചെയ്യാൻ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, 1 മാർക്ക് പോലും ഇമ്പ്രൂവ് ആവാത്ത പേപ്പറുകൾ റിവാലുവേഷൻ നടത്തി നിങ്ങൾ വെറുതെ പൈസ കൊണ്ടുപോയി കളയരുത് എന്നാണ്. ഓക്കെ, ഈ ഒരു അവസരത്തിൽ കുട്ടികൾ വളരെ അപ്സെറ്റ് ആയിരിക്കും, നിരാശരായിരിക്കും. കാരണം റിസൾട്ട് വന്നതാണ്, പ്രതീക്ഷിച്ച രീതിയിലൊന്നും കിട്ടിയിട്ടില്ല. ചിലവർ പരീക്ഷ ഒന്നും മാന്യമായ രീതിയിൽ എഴുതാതെ തന്നെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുന്നൊക്കെ പ്രതീക്ഷിച്ച് വീട്ടുകാരെ അങ്ങനെ ധരിപ്പിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷെ അത് നമ്മൾ നോക്കണ്ട, അത് വെറുതെയാണ്. മനസ്സിലായോ? എന്നിട്ട് ആ കുട്ടികളും ടെൻഷൻ അടിക്കും. കാരണം എന്താ, ഇങ്ങനെ പഠിച്ചിട്ട് ഒന്നും നേടാനായില്ലല്ലോ, പഠിച്ചാൽ മതിയായിരുന്നു, ഒപ്പമുള്ളവരെല്ലാം പഠിച്ച് നന്നായിട്ട് മാർക്ക് വാങ്ങിപ്പോയി, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ എന്തായാലും കുട്ടികളാകെ അപ്സെറ്റ് ആകും, അതുപോലെ തന്നെ മനസ്സാകെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും. ഓക്കെ, അതുകൊണ്ട് അവർക്ക് എന്ത് പറഞ്ഞാലും അവർ സ്വീകരിക്കും. റിവാലുവേഷൻ കൊടുക്കണോ? കൊടുക്കാം. അതല്ല സ്ക്രൂട്ടിനി ചെയ്യണോ? അതും ആവാം. ഫോട്ടോ കോപ്പി മതിയോ? എന്നാൽ അതെടുക്കാം. അങ്ങനെ നമ്മൾ ഏതിലേക്കും അവർ വരും. കാരണം അവർ അപ്സെറ്റാണ് അല്ലെങ്കിൽ അവർ നിരാശരാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു അവയർനെസ് ഇല്ലാതെ റീവാലുവേഷന് തയ്യാറാവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തയ്യാറാകുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരെയും നെഗറ്റീവ് ആക്കുക
ആണ് എന്നല്ല എൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു അവെയർ ഇതിനെ പറ്റിയിട്ട് ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതില്ലാതെ റീവാലുവേഷൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, തയ്യാറാവരുത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താക്കല്ല, നെഗറ്റീവ് ആക്കല്ല. ഓക്കെ, കൃത്യമായി ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി എന്നാണ് എൻ്റെ ഉദ്ദേശം. മാത്രമല്ല പാരൻസിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കിട്ടിയതല്ല എൻ്റെ മാർക്ക് എന്നും ഇതിലും കൂടുതൽ മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നും നിങ്ങൾക്ക് ഒരു ലാഘവുമില്ലാതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണത്, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പേപ്പറായാലും റീവാലുവേഷന് കൊടുക്കണം. അത് നിർബന്ധമാണ്, കൊടുത്തിരിക്കണം. കൂടുമോ അല്ലെങ്കിൽ കൂടില്ലേ എന്ന് സംശയം ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത്. 5 മാർക്കിനുള്ളിൽ മാർക്ക് കുറഞ്ഞു പോയതെങ്കിൽ അല്ലെങ്കിൽ തോറ്റതെങ്കിൽ ഉറപ്പായും നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. മനസ്സിലായല്ലോ? ഈ റീവാലുവേഷൻ കൊടുക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. 5 മാർക്കിൻ്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ അത്രയും മാർക്ക് കൊണ്ടാണ് ഞാൻ തോറ്റുപോയതെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് ധൈര്യത്തിൽ കൊടുക്കാം, മാർക്ക് കൂടുമെന്ന് ഉറപ്പുള്ളവർക്ക്. ഓക്കെ, അതുപോലെ തന്നെ മാർക്കിൽ പിന്നെ സേ എഴുതാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇങ്ങനെ റീവാലുവേഷൻ കൊടുക്കുന്നതിനേക്കാൾ നല്ലത്, എനിക്ക് റീവാലുവേഷൻ കൊടുത്താൽ ഒന്നും കിട്ടില്ല എന്നൊരു തോന്നലുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു തോന്നലുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും മേൽ പറഞ്ഞ 3 കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അതിൻ്റെ നിർദ്ദിഷ്ട ഫോമുണ്ട്. ആ ഫോമിൽ അപേക്ഷാ ഫീസ് സഹിതം 2024 മാർച്ചിൽ പരീക്ഷയ്ക്ക് നിങ്ങൾ ഏത് സ്കൂളിലാണോ രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതിയത് ആ സ്കൂളിൽ തന്നെ പോവണം ഇതിനെ അപേക്ഷിക്കാൻ. അവിടുത്തെ പ്രിൻസിപ്പളെ നേരിട്ട് കാണുകയും പ്രിൻസിപ്പൾക്ക് അപേക്ഷ കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അപേക്ഷാ ഫോമും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് സ്കൂളിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ ഫോട്ടോ കോപ്പി എടുത്ത് ഉപയോഗിക്കാനാണ് പറയുക. ചിലപ്പോൾ അവിടെ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടാകും, അത് നമുക്ക് എടുത്ത് തരും. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൊരു പ്രിൻ്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയൊരു പ്രിൻ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു കോപ്പി കൂടെ കയ്യിൽ വെക്കുക. അതുപോലെ ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി കൂടെ കയ്യിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ, അതുപോലെ പരീക്ഷാ ഫീസുമായിട്ട് ഇതിൻ്റെ റീവാലുവേഷൻ ആണെങ്കിൽ അതിൻ്റെ ഫീസ്, അല്ലെങ്കിൽ സ്ക്രൂട്ടിനി ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് ആണെങ്കിൽ അതിൻ്റെ ഫീസ്, അത് എത്രയാണെന്ന് വെച്ചാൽ അത് കൂടെ കയ്യിൽ വെക്കുക. ഈ മാസം 14-നുള്ളിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതായത് 14/5/2024 മുൻപ് അപേക്ഷ സമർപ്പിക്കണം. ഇന്ന് 9-ാം തീയതിയാണ്. ഓക്കെ, പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നും ഇല്ല ആലോചിച്ചിരിക്കാനൊന്നും. ഒറ്റ തീരുമാനം എടുക്കുക, നിങ്ങൾ ഇത് ബാധകമാണോ അല്ലയോ എന്നുള്ളത്. ഇവിടെ ഒരു തീരുമാനം എടുക്കുന്നതിന് നമ്മൾ ഇനിയിപ്പോൾ ഫ്രണ്ട്സിനെ വിളിച്ച് അവർ ചെയ്യുന്നുണ്ടോ എന്നാൽ ഞാനും ചെയ്യാം, ഇവർ ചെയ്യുന്നുണ്ടോ എന്നാൽ അവർ ചെയ്യുന്നില്ല എന്ന് ഞാനും ചെയ്യുന്നില്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ മാത്രം തയ്യാറാവുക. ഓക്കെ, മറ്റുള്ളവരുടെ കാര്യം നോക്കിയിട്ടല്ല നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസമാണ്, ഇത് വെച്ച് കളിക്കരുത്. ഓക്കെ, ഇനി സയൻസ് വിഷയങ്ങളിൽ തോറ്റുപോവുകയോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ, സയൻസ് വിഷയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഇരട്ട മൂല്യനിർണ്ണയം നടത്തിയതാണ്. അപ്പോൾ ഇരട്ട മൂല്യനിർണ്ണയം നടത്തിയ വിഷയങ്ങൾക്ക് ഒരിക്കലും എന്തില്ല, ഈ സ്ക്രൂട്ടിനിയോ അല്ലെങ്കിൽ നമ്മുടെ റീവാലുവേഷനോ ഇല്ല. ഫോട്ടോ കോപ്പിക്ക് ആവശ്യപ്പെടാം. ഓക്കെ, മാർക്ക് കുറഞ്ഞവർക്കൊക്കെ അതിൻ്റെ ഫോട്ടോ കോപ്പി ആവശ്യപ്പെട്ടുകൊണ്ട്, ഫോട്ടോ കോപ്പി നമ്മൾ വെറുതെ വാങ്ങി വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാനുള്ളതല്ല, അതിൽ നമ്മൾ മാർക്ക് നമുക്ക് നമ്മുടെ ആൻസർ ഷീറ്റ് നമുക്ക് കോപ്പി തരും. അതിൽ ഏത് ആൻസറാണ് മാർക്ക് അതിന് ശരിയല്ലാത്തത് അല്ലെങ്കിൽ ശരിയിട്ടത് അല്ലെങ്കിൽ ശരിയിടാത്തത് വല്ലതും ഉണ്ടോ. ഇപ്പോൾ പേജൊക്കെ മറിക്കുമ്പോൾ ആൻസർ ഷീറ്റ് മറിച്ച് നോക്കുമ്പോൾ ഒരു പേജൊക്കെ ഉള്ളിൽ മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വാല്യൂ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഡബിൾ വാല്യുവേഷൻ ആയതുകൊണ്ട് അതൊക്കെ കണ്ണുപെടുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അറിയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോട്ടോ കോപ്പി ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യാം. സയൻസുകാർക്ക് ഇരട്ട മൂല്യനിർണ്ണയം ഉള്ളത് കൊണ്ട് തന്നെ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാം. ഇനി ഇതിൻ്റെ ഫീസൊക്കെ ഒന്ന് നോക്കിക്കോ. റീവാലുവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിന്, ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ് റീവാലുവേഷന്. സ്ക്രൂട്ടിനി ആണെങ്കിൽ 100 രൂപയാണ്. ഫോട്ടോ കോപ്പി ആണെങ്കിൽ 300 രൂപയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ട്രഷറിയിൽ അവിടെ ഇവിടെ ഒന്നും പോയി അടയ്ക്കൊന്നും വേണ്ട, ഇത് കയ്യിൽ വെക്കുക. എന്തിനാണ് ആവശ്യപ്പെടുന്നത്? റീവാലുവേഷൻ ആണെങ്കിൽ 500 രൂപ കൊണ്ടുപോവുക. ഒരു പേപ്പർ ആണെങ്കിൽ 500 ആണ് കേട്ടോ. 2 ഉണ്ടാകുമ്പോൾ 1000 ആവും. സ്ക്രൂട്ടിനി ആണെങ്കിൽ 100 രൂപ, ഫോട്ടോ കോപ്പിക്കാണെങ്കിൽ 300. ഇതെല്ലാം പെർ സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഏതാ നിങ്ങൾ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് അനുസരിച്ചുള്ള ഫീസും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള അപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ടും
പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു കോപ്പി, അതായത് നമ്മൾ പ്രിൻ്റ് എടുത്തതിൻ്റെ ഒരു കോപ്പി, ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൻ്റെ ഒരു കോപ്പി, ഇതെല്ലാം കയ്യിൽ വെച്ച് നിങ്ങൾ എവിടെയാണോ പരീക്ഷയ്ക്ക് 2024 ഇപ്പം മാർച്ചിൽ നടന്ന പരീക്ഷ നിങ്ങൾ എവിടെയാണോ എഴുതിയത് ആ സ്കൂളിലെ പ്രിൻസിപ്പൾക്ക് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അപ്ലിക്കേഷൻ ഫോം ഒന്ന് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് വീണ്ടും കമൻ്റ് ഇടരുത്. അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഈ അപേക്ഷ കൊടുക്കാൻ പോകുന്ന നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് കൃത്യമായിട്ട് അത് അന്വേഷിച്ച് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, മാർക്ക് കൂടാനും അല്ലെങ്കിൽ കൂടും ഒന്ന് ഉറപ്പുള്ള ആളുകൾ മാത്രമേ പണിക്ക് മെനക്കെട്ടാൽ മതി. ബാക്കിയുള്ളവർ പരീക്ഷ ജൂൺ 12 വരുന്നുണ്ട്, അതിന് കുത്തിരുന്ന് അങ്ങോട്ട് പഠിച്ചോളുക. പഠിച്ചാൽ എന്ത് കാര്യവും നമ്മുടെ കയ്യിലുണ്ട് പോരും. മെനക്കെട്ടാൽ നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നും ഈ ലോകത്ത് ഇല്ല. ഓക്കെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വിവരവുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.